പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. ആദ്യമായി ഉയർപ്പ് ഞായറിൻ്റെ എല്ലാവിധ നന്മകളും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ആശംസിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനം വായിക്കുമ്പോഴും, മർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനത്തിലും, ലൂക്കായുടെ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനത്തിലും, യോഹന്നാൻ്റെ സുവിശേഷം 20 അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള തിരുവചനത്തിലും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് 4 സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിരിക്കുന്നു. എല്ലാ സുവിശേഷകന്മാരുടെയും പ്രത്യേകത ഇതാണ്. 1 മുതലുള്ള തിരുവചനം. 28 അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനത്തിൽ, സാബത്തിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ മഗ്ദലമറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കുവാൻ വന്നു. അപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു. അവൻ്റെ രൂപം മിന്നൽ പിണർ പോലെ ആയിരുന്നു, വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും. അവനെക്കുറിച്ച് ഭയം നിമിത്തം കാവൽക്കാർ വിറപുണ്ട മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല, താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിൻ്റെ 6-ാം തിരുവചനത്തിൽ പറയുകയാണ്, അവൻ ഉയർപ്പിക്കപ്പെട്ടതുപോലെ, അവൻ ഇവിടെയില്ല, അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു എന്ന്. അരുളി ചെയ്തതുപോലെ യേശു ഉയർപ്പിക്കപ്പെട്ടു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിക്കുകയാണ് ചെയ്തത്. യേശുവിൻ്റെ പുനരുദ്ധാരണത്തിലൂടെ സംഭവിച്ചത്, യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് ഉദ്ധാനം ചെയ്തില്ലായിരുന്നുവെങ്കിൽ പിശാചിൻ്റെ മേൽ ഇന്നും മരണത്തിന് അധികാരമുണ്ടായിരുന്നു. അത് വളരെ വ്യക്തമായിട്ട് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹെബ്രായ ലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് 15 മുതലുള്ള തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അത് മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് ജീവിതകാലം മുഴുവൻ മരണഭയത്തിൽ കഴിയുന്ന മാനവകുലം മുഴുവൻ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കുരിശു മരണം. ആ കുരിശു മരണത്തിൻ്റെ യോഗ്യതയാൽ, ആ കുരിശു മരണത്തോടൊപ്പം തന്നെ യേശുക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിൻ്റെ യോഗ്യതയാൽ ഇവിടെ പിശാചിൻ്റെ സാത്താൻ്റെ നടുവൊടിച്ചു. യേശു കുരിശിൽ കയറുന്നതിന് മുമ്പ്, യേശുവിൻ്റെ കുരിശിലെ ബലി ഉണ്ടാകുന്നതിന് മുമ്പ് വരെ മരണത്തിൻ്റെ മേൽ അധികാരം സാത്താനുണ്ടായിരുന്നു. അതാണ് ഹെബ്രായ ലേഖനം 2:15 പറഞ്ഞത്, അത് മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ചു. യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ നശിപ്പിക്കപ്പെടുന്നു. ആ നശിപ്പിക്കപ്പെടുക മാത്രമല്ല, യേശുവിൻ്റെ പുനരുദ്ധാരണത്തിൽ മരിച്ച ഒരു മനുഷ്യനും ഒരു പുനരുദ്ധാനം ലഭിക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഉയർപ്പിച്ചു. അതാണ് 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 26-ാം തിരുവചനം, മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആരുടെ മരണത്തിൻ്റെ യോഗ്യതയാൽ? പ്രിയ സഹോദരങ്ങളെ, മറ്റാരുടെയും മരണത്തിൻ്റെ യോഗ്യത കൊണ്ടല്ല, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ മരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും യോഗ്യതയാൽ. ഉദ്ധാനത്തിൻ്റെ യോഗ്യതയാലാണ് ഇവിടെ പിശാചിനെ തകർക്കുവാൻ, പിശാചിൻ്റെ സാത്താൻ്റെ തല തകർക്കുവാൻ സാധിച്ചത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പുനരുദ്ധാരണം അല്ലെങ്കിൽ ഉദ്ധാനം ചെയ്തില്ലായിരുന്നുവെങ്കിൽ, ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ സുവിശേഷം ഇവിടെ പ്രഘോഷിക്കപ്പെടുകയില്ല. ഇന്ന് ചാനലിലൂടെ അനേകം ചാനലുകളുടെ സുവിശേഷം പറയുന്നുണ്ട്. ഈ സുവിശേഷ പ്രഘോഷണം ഈ ഭൂമിയിൽ ഉണ്ടാകില്ലായിരുന്നു. ഈ ഭൂമിയിൽ ഉണ്ടാകാൻ കാരണം യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചുവെന്നും പരസ്യജീവിതം നടത്തിയെന്നും മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി
അവിടുന്ന് കുരിശുമരണം പ്രാപിച്ചുവെന്നും ആ കുരിശുമരണത്തിന് ശേഷം 3-ാം ദിവസം ഉത്ഥാനം ചെയ്തുവെന്നും നമ്മൾ വിശ്വാസപ്രമാണത്തിൽ ഏറ്റുപറഞ്ഞ് പ്രഘോഷിക്കുന്നുണ്ട്. അപ്പോൾ യേശു ഉത്ഥാനം ചെയ്തു എന്നതാണ് നമ്മുടെ ഏറ്റവും എന്തിനു വേണ്ടിയിട്ട് കൂടെയായിരുന്നു യേശുവിൻ്റെ ഉത്ഥാനം എന്നറിയാമോ? യെശയ്യായുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ 53-ാം അധ്യായം വായിക്കുമ്പോൾ 10-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും, യേശുക്രിസ്തു നമ്മുടെ സന്തതി തലമുറയെ കാണുന്നുണ്ടായിരുന്നു. നമ്മുടെ വരാൻ പോകുന്ന സന്തതി തലമുറകൾക്ക് ഉദ്ധാനമുണ്ടാകുന്നതിന് വേണ്ടി 10-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയാണ്, അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. കർത്താവിൻ്റെ ഹിതം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിറവേറുന്നതിന് വേണ്ടിയിട്ടും കൂടെ ആയിരുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കുരിശുമരണവും പുനരുത്ഥാനവും. യേശു വീണ്ടും ഉയർത്തെഴുന്നേറ്റതുപോലെ മാമോദീസാസ് എന്ന കുദാശയിലൂടെ ഒരു മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെടുന്നു. അതാണ് റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനം. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും ഒരു പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെടുകയും അവനോടൊത്ത് നമ്മളെ ഉയർപ്പിക്കുകയും ചെയ്തത്. എഫെസസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനം വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിനോടുകൂടി നമ്മെ ഉയർപ്പിച്ച് നമ്മെ സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തിരിക്കുന്നുവെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേറ്റിൻ്റെ അനന്തമായ യോഗ്യതയാൽ പാപം മൂലം മരിച്ച മനുഷ്യന് പുനരുത്ഥാനം അവിടുന്ന് നൽകുകയും ചെയ്യുന്നു. ക്രിസ്തു സ്ഥാപിച്ച കുദാശകളിലൂടെ ആ വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഒരു മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവിന് മരണം എന്നതില്ല. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 54-55 തിരുവചനം, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. യേശു ക്രിസ്തു സ്ഥാപിച്ച കുദാശ സ്വീകരണത്തിലൂടെ നമുക്ക് നിത്യജീവൻ നൽകിക്കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്നു. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. കർത്താവായ ഈശോയെ, തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ച കർത്താവെ നന്ദി പറയുന്നു. അവിടുത്തെ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.